ഇനി നേരെ നമുക്ക് ഡൽഹിയിലേക്ക് പോകാം. നമ്മുടെ ദിലീപിനോട് ദിലീപിനോട് കാര്യങ്ങൾ ചോദിക്കാം. ദിലീപ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു പൊളിറ്റിക്കൽ മോർണിംഗ് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. കാരണം എന്ന് വെച്ചാൽ ഈ കേരളത്തിന്റെ അവസ്ഥ ദിലീപ് അറിഞ്ഞു കാണുമല്ലോ അല്ലേ? കേരളത്തിലെ കാര്യങ്ങൾ ഫുൾ അൺപ്രഡിക്റ്റബിൾ ആണ്. അതായത് പ്രവചനാതീതമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ ബംഗാളിലും അസമിലും തമിഴ്നാട്ടിലും ഒന്നും അങ്ങനെയല്ലല്ലോ. എനിക്ക് തോന്നുന്നു ബംഗാളിലും അസമിലും നമുക്ക് പ്രവചന സാധ്യമാണ്. കാരണം എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വരുന്നു. രണ്ടിടത്തും BJPക്ക് വലിയ രീതിയിലുള്ളൊരു തേരോട്ടം തന്നെ നടക്കും. പ്രത്യേകിച്ച് ബംഗാൾ കാവി പുതയ്ക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ അസമിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ എന്താണ് സാഹചര്യം? നാളെ എപ്പോഴാകും, ഏതൊക്കെ കേന്ദ്രങ്ങളിലാകും വോട്ടെണ്ണൽ? എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ സജ്ജമായോ? സുരേഷ്, അശ്വതി, ആദ്യമേ വെരി ഗുഡ് മോർണിംഗ്. പ്രത്യേകിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ട് വെസ്റ്റ് ബംഗാളിൽ അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആവേശത്തിലും സന്തോഷത്തിലുമാണ് BJPയിലെ പ്രവർത്തകർ. പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം BJPക്ക് അനുകൂലമായിരുന്നു, നാം കണ്ടതാണ്. അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങളാണ്, അതായത് എക്സിറ്റ് പോൾ ഫലത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ എന്തൊക്കെയാണ് സംസ്ഥാനത്ത് കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളെല്ലാം നാം കണ്ടതാണ്. അതേസമയം പറയേണ്ട മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ വീണ്ടും വോട്ടെടുപ്പ് നടക്കുകയാണ്. ഫാൾട്ട മണ്ഡലത്തിലാണ് വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം മെയ് 21-നാണ് വോട്ടെടുപ്പ് നടക്കുക. അതിൻ്റെ ഫലപ്രഖ്യാപനം, അതായത് ഫാൾട്ട മണ്ഡലത്തിലെ ഫലപ്രഖ്യാപനം മെയ് 24-നാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷൻ അറിയിപ്പ് നൽകിയത്. പ്രത്യേകിച്ച് ഫാൾട്ട മണ്ഡലത്തിൽ ഒട്ടനവധി ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും ആ ഒരു പശ്ചാത്തലത്തിലാണ് ഫാൾട്ട മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഒരു റീപോളിംഗ് നടക്കുന്നത്. അതേസമയം മറ്റൊരു വിഷയം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കഴിഞ്ഞ ദിവസവും 15 ബൂത്തുകളിൽ റീപോളിംഗ് നടത്തിയിരുന്നു. 15 ബൂത്തുകളിലും അക്രമ രാഷ്ട്രീയമാണ് അവർ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയം നമുക്കറിയാം. കഴിഞ്ഞ 15 വർഷമായി അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു കുട പിടിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ഭരണം നടത്തുന്നത്. ആ ഒരു രീതി തന്നെയായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽക്കേ ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായിരുന്നത്. അതിനെതിരെ ശക്തമായ രീതിയിൽ കേന്ദ്രസേനയും പോലീസിനെയും നിലനിർത്തിക്കൊണ്ട് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അടിച്ചമർത്താൻ ശ്രമിച്ചുവെങ്കിൽ പോലും വളരെ മൃഗീയമായി തന്നെ BJP പ്രവർത്തകരും അതുപോലെ തന്നെ സാധാരണക്കാരുടെ വീടുകൾ വരെ കയ്യേറി അങ്ങനെയുള്ള അക്രമ രാഷ്ട്രീയമാണ് അവർക്ക് മുൻതൂക്കം നൽകിയതെന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. പക്ഷേ അതിൽ നിന്നും വലിയൊരു മാറ്റത്തിലേക്കുള്ള വഴിയാണ് ഇത്തവണ വെസ്റ്റ് ബംഗാൾ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് അധികാരത്തിൽ വരും. നമുക്കറിയാം, സ്വതന്ത്ര ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയത് വെസ്റ്റ് ബംഗാളിലാണ്. ഏകദേശം 93.2% ആദ്യ ഘട്ട വോട്ടിങ്ങിൽ പോളിംഗ് ശതമാനം നടന്നത്. രണ്ടാം ഘട്ടമാവട്ടെ അതും 90-ന് മുകളിൽ പോയി. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വതന്ത്ര ഭാരതത്തിൽ ഇത്രയും വലിയൊരു പോളിംഗ് രേഖപ്പെടുത്തിയത്. അതും സ്ത്രീ പങ്കാളിത്തം കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് ഭരിച്ച സമയത്ത് അവിടെ സ്ത്രീകൾക്ക് സുരക്ഷയില്ല, അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യമില്ല എന്തടക്കമുള്ള കാര്യം തന്നെയായിരുന്നു അവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത്. ഇനി BJPയെ ആശ്രയിച്ചാൽ മാത്രമേ, BJP അധികാരത്തിൽ വന്നാൽ മാത്രമേ അത്തരത്തിലൊരു മാറ്റം കൈവരിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു ജനവികാരം തന്നെയാണ് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP അധികാരത്തിൽ വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം നമ്മൾ ആസാം നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഭരണ തുടർച്ച തന്നെയാണ് ആസാമിൽ ഉണ്ടാകാൻ സാധ്യത എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ BJP സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 60 അതായത് ആസാമിൻ്റെ കണക്ക് നോക്കുന്നുവെങ്കിൽ ആസാം നിയമസഭാ സീറ്റുകളുടെ എണ്ണം 126. അതിൽ ഭൂരിപക്ഷം, അതായത് BJPയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 60-ഉം. ഞങ്ങളും ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ് നാളെ ബംഗാളിലെയും ഒപ്പം ഈ തമിഴ്നാട്ടിലെയും അസമിലെയും ഒക്കെ ചിത്രം അറിയാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അപ്പം ദിലീപ് അടക്കമുള്ള സംഘം, ദിലീപ്, ശ്രീകാന്ത്, ഒപ്പം നമ്മുടെ നന്ദഗോപൻ, എല്ലാവരും അവിടെ തലസ്ഥാനത്ത് തയ്യാറാണ്. അപ്പം കേരളത്തിനോടൊപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ, ഏറ്റവും പുതിയ വിവരങ്ങൾ ആദ്യം അറിയാം നമ്മുടെ ജനം TV-യിലൂടെ അല്ലേ? ജനം സംഘം എല്ലാ ആധുനിക സജ്ജീകരണങ്ങളോടെയും തന്നെയാണ് ഈ വാർത്തകൾ, തെരഞ്ഞെടുപ്പ് ചിത്രങ്ങൾ ജനങ്ങളിലേക്ക് അതിവേഗം എത്തിക്കാൻ. മറ്റ് അവകാശവാദങ്ങളൊന്നും ഞങ്ങൾക്കില്ല മറ്റ് മാധ്യമങ്ങളെ പോലെ. പക്ഷേ സത്യസന്ധമായി എത്രയും പെട്ടെന്ന് എത്രയും വേഗത്തിൽ സത്യസന്ധമായ വിവരങ്ങൾ പ്രേക്ഷകർക്കായി ഞങ്ങൾ നാളെ ഒരുക്കിയിരിക്കുന്നത് ഒരു മാജിക് സ്ക്രീനാണ്. അതിൽ നിങ്ങൾക്ക് വാസ്തവം എന്താണെന്ന് അറിയാൻ പറ്റും.